نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരണികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പുണ്യം നിറഞ്ഞ ശ്രേഷ്ഠകരമായ ഒരു ദിനത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഇന്നലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ, ഹാജിമാര് അറഫയിൽ സംഗമിച്ചു. മഹാഭാഗ്യവാന്മാരായ ആളുകളാണ് ഇന്നലെ സംഗമിച്ച ഹാജിമാർ. ആ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അത് സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നമ്മളും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയ എല്ലാ ഹാജിമാരുടെയും അവർക്ക് മഖ്ബൂൽ ആയ ഹജ്ജ് നിർവഹിച്ച് നമ്മിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനമായ ഹജ്ജിന്റെ ഒരു ദിനമായിരുന്നു ഇന്നലെ കഴിഞ്ഞ കർമ്മമാണ് അറഫ സംഗമം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അത് അറഫയാണ്. ഹജ്ജിന്റെ മർമ്മം അത് അറഫയാണ്. അറഫ എന്ന് പറയുന്നത് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, അതിൽ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസികൾക്കും പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അറഫ എന്ന ആ ഭൂമിക്ക് വളരെയധികം പവിത്രതയുണ്ട്. ആ ഒരു സംഗമത്തിന് വളരെയധികം പവിത്രതയുണ്ട്. ആ ഒരു ദിനത്തിന്, ദുൽഹിജ്ജ 9 വളരെയധികം പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതൊരു നമുക്കറിയാം, ആ അറഫ ദിനം എന്ന് പറയുന്നത്, ആ അറഫ സംഗമം എന്ന് പറയുന്നത് മനുഷ്യ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ ഭൂമിയാണ്. ഇതേപോലെ ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിനല്ല, കോടിക്കണക്കിന് അറ്റമില്ലാത്ത ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാ മനുഷ്യരെയും അള്ളാഹു മരണാനന്തര ജീവിതത്തിൽ മഹ്ശറ എന്ന വനസഭയിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിനം, അന്ത്യദിനത്തെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അറഫ സംഗമം. എന്നാൽ ആ ഒരു പരലോകത്തിൽ ആ ഒരു അത്യന്തികമായ അള്ളാഹുവിന്റെ വിചാരണ
ഉണ്ടാവും. എന്നാൽ അറഫ എന്നത് സ്വയം വിചാരണ ചെയ്യാനുള്ളതാണ്. അത് നമുക്കും വിശ്വാസികൾക്കും ഹാജിമാർക്കും എല്ലാം സ്വയം വിചാരണ ചെയ്യാനുള്ള ഒരു കാര്യമാണ് അറഫ എന്നുള്ളത്. അറഫ എന്ന വാക്ക് പോലും അതൊരു തിരിച്ചറിവ് എന്നാണ് അർത്ഥം എന്നുള്ളത്. ആ തിരിച്ചറിവ് നാം നേടിയിരിക്കണം. സ്വന്തത്തെ അറിയണം, മറ്റുള്ളവരെ അറിയുക എന്നതൊക്കെയാണ് അറഫ ആവുന്ന ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ അറഫ ദിനം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഇസ്ലാം വളരെയധികം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്, വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി അറഫ ദിനം എന്ന് പറയുന്നത് നരകമോചനത്തിന്റെ ദിവസമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മാ മിൻ യൗമിൻ അക്സർ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമിൻ അറഫ. അല്ലാഹു തന്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം സംഭവിക്കുന്ന ഒരു ദിവസം അറഫ ദിനമാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യമായ നരകമോചനം, മനുഷ്യരുടെ ലക്ഷ്യമായ അത് നടക്കുന്നത്, അതിന് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫ ദിനമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇന്നഹു ലിയദ്നു സുമ്മ യുബാഹി ബിഹിൽ മലായികത. അല്ലാഹു എന്നിട്ട് അവർക്ക് സമീപം വരികയും എന്നിട്ട് പിന്നീട് മലക്കുകളെ കുറിച്ച് അവരെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫയഖൂലു മാ അറാദ ഹൗലായി. അവർക്ക് എന്തിനാണ് അവർ എന്ന് വന്നത് എന്ന് അല്ലാഹു ചോദിക്കുമെന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ ഏറ്റവും മഹത്തായ ദിനമാണ് അറഫ ദിനം എന്ന് പറയുന്നത്. നമ്മളെല്ലാം അറഫ ദിനത്തിലുള്ള ഒരു നോമ്പ് നോറ്റ് ഇരിക്കുന്നവരാണ്, നോമ്പ് നോറ്റവരാണ് നമ്മൾ നോറ്റ നോമ്പിന്റെ പുണ്യം വളരെയധികം മഹത്തരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുകഫിറു സനതൽ മാദിയ വൽ ബാക്കിയ. കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. സഹോദരങ്ങളെ, നാം ആലോചിക്കണം, നമ്മൾ നോറ്റ ഈ നോമ്പിന്റെ മഹത്വം നാം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ഈ ഒരു ദിനത്തെ അല്ലാഹു പവിത്രമാക്കിയ, പുണ്യകരമാക്കപ്പെട്ട ദിനങ്ങളിൽ പെട്ട, നമുക്കറിയാം, വലയാലിൻ അശ്ർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞ ആ ദിനരാത്രങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളെ പ്രത്യേകമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമാക്കിക്കൊണ്ട് പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആ പുണ്യകരമായ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ആകാശമണ്ഡലങ്ങളെ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം പറയുന്നു, വൽയൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. ഏതാണത്? അന്ത്യനാളെന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തെ കുറിച്ച് സത്യം ചെയ്തതിനു ശേഷം അല്ലാഹു പറയുന്നു, വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷീകരിക്കപ്പെട്ടതും തന്നെയാണ് സത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ഒരു യൗമുൽ മഷ്ഹൂദ്, സാക്ഷ്യത്തിന്റെ ദിവസം എന്ന് പറയുന്നതിൽ ചില വ്യാഖ്യാതാക്കൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ ഈ ഒരു അറഫ ദിനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിരുന്നാലും ഈ ഒരു ദിവസത്തിന്റെ വളരെയധികം പുണ്യമാണ് നമുക്ക് ഇതിലൂടെയെല്ലാം കാണാവുന്നത്. അതുപോലെ തന്നെ അല്ലാഹു പ്രാർത്ഥനക്ക് ഒരുപാട് ഉത്തരം നൽകുന്ന ദിവസമാണ് ഈ ഒരു അറഫ എന്നുള്ളത്. വിശ്വാസികൾക്കും ഹാജിമാർക്ക് മാത്രമല്ല, ആ ഒരു ദിനം വിശ്വാസികൾ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു വളരെയധികം സന്തോഷിക്കുകയും അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായി കൊണ്ടാണ് ഈ ഒരു അറഫയുടെ ദിനത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ ഒരു അറഫ ദിനം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള, കാരണം ഇസ്ലാം എന്ന മനുഷ്യർക്ക് മാർഗദർശനമായ, ഇരുലോക വിജയത്തിന്റെ മഹത്തായ ദർശനമായ ആ ഇസ്ലാം പൂർത്തീകരിച്ച ദിനമാണ്
ആ യൗമുൽ അറഫ എന്ന് പറയുന്നത്. അല്ലാഹു പറഞ്ഞല്ലോ, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ തൃപ്തിപ്പെട്ട്, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് നൽകി, മതമായി കൊണ്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. മതം, ദീൻ പൂർത്തിയായി. അതിൽ നമ്മൾ ഒന്നും ഏഡ് ചെയ്യാനില്ല, ഒന്നും കുറക്കാനില്ല. കൃത്യമായി ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് വ്യക്തമായ മാർഗദർശനമായി ഇസ്ലാം എന്നും അജയ്യമായി കൊണ്ട് നിലനിൽക്കുന്നതാണ്. ആ ഇസ്ലാം പൂർത്തീകരിച്ച ആ ഒരു ദിനമാണ് അറഫ ദിനം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ദിനത്തിന്റെ പവിത്രത അതിൽ ഉൾക്കൊള്ളുക നാം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ പ്രഖ്യാപനങ്ങൾ, ആ ഒരു സംസാരം നടന്ന ദിനം അറഫയിൽ വെച്ച് ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആ ഒരു പ്രസംഗമാണ് അവസാനത്തെ പ്രസംഗമെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരുപാട് മഹത്തരമായ പ്രഖ്യാപനങ്ങൾ, ആ ഒരു വളരെ സംക്ഷിപ്തമാണെങ്കിലും ഒരുപാട് സന്ദേശങ്ങളാണ് ആ ഒരു പ്രസംഗത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഈ മാസം ഏതാണ്? ഈ ഒരു പവിത്രമായ മാസം നമുക്കറിയാം, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത. ഈ ഒരു പവിത്രമായ രാജ്യം, ഈ ഒരു നാട് ഏതാണ്? മക്ക രാജ്യത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ഒരു മഹത്തായ രാജ്യം. അതുപോലെ നിങ്ങളുടെ രക്തത്തിന്, നിങ്ങളുടെ ധനത്തിന്, നിങ്ങളുടെ അഭിമാനത്തിന്, ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അത് പരിശുദ്ധമാണ്. കഹുർമത്തി യൗമിക്കും, ഈ ദിവസത്തിന്റെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഓരോ മനുഷ്യന്റെയും അഭിമാനവും, ഓരോ മനുഷ്യന്റെയും രക്തത്തിനും, ഓരോ മനുഷ്യന്റെയും സമ്പത്തിനും ജീവനും വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ അതാണ് ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ആ തന്റെ പ്രസംഗത്തിൽ നമുക്ക് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ലോകത്ത് ആചരിക്കുന്ന UDHR എന്നറിയപ്പെടുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് 1948 ഡിസംബർ 10 പാരീസിൽ നടന്ന UNAയുടെ സമ്മേളനത്തിൽ വെച്ചാണ് മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് വളരെ വിളംബരം നടന്നിട്ടുള്ള ലോക ചരിത്രത്തിൽ എന്നും ഓർക്കുകയും ഒരു വിദ്യാർത്ഥികളൊക്കെ പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു സംഭവം. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ഒരു പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനമാണെന്ന് നമുക്ക് കാണാം. മനുഷ്യരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിലെ പകപോക്കലിനെ നിർത്തലാക്കി. ഇന്ന് ലോകത്ത് പല സംഘടനകളുടെയും പല കൊലപാതകങ്ങളുടെയും പിന്നിൽ പകപോക്കലാണ്. അതിനെ ഇസ്ലാം നിഷിദ്ധമാക്കി. അതുപോലെ തന്നെ മനുഷ്യനെ, കുടുംബത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, ആളുകളെ കടക്കണിയിലേക്ക് നയിക്കുന്ന പലിശ എന്ന മഹാപാപത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് ലോകം അനുഭവിക്കുന്ന, സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. സ്ത്രീയെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും ഒക്കെയുള്ള പ്രശ്നങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ അവസാനത്തെ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ സൂക്ഷിക്കണേ, നിങ്ങൾ അവരുടെ അവകാശങ്ങൾ നിങ്ങൾ അവർക്ക് കൃത്യമായി നൽകണേ, അവരെ നിങ്ങൾ കൃത്യമായി ആദരിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്ര സ്ത്രീകളാണ്
ഭർതൃഗൃഹത്തിൽ എല്ലാവരും ഒക്കെയായിക്കൊണ്ട് പീഡനം അനുഭവിക്കുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇസ്ലാം ഉറപ്പു നൽകുന്ന മതമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ ചര്യയെയും മുറുകെ പിടിക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അന്തിമ പ്രസംഗത്തിൽ നമ്മെ ആ മനുഷ്യരെ ആകമാനം ഉത്ബോധിപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ഈ ഒരു അറഫാ ദിനത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ഒരു മഹത്തായ സന്ദേശത്തിൽ അതിന്റെ ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ നാം എല്ലാവരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. Alhamdulillah. Salatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. വളരെ സന്തോഷകരമായ ഈദുൽ അദ്ഹ നാളെ വിശ്വാസികൾ, നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികൾ ആഘോഷിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഈദാണ്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്ന രണ്ടാഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമാണ് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ബലിപെരുന്നാൾ. കഴിഞ്ഞ പെരുന്നാളിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ പോലെ തന്നെ ആ ഒരു ദിനം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ദിനമാണ്. ആ ഒരു പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ കുളിക്കുന്നത് സുന്നത്താണ്, പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സുഗന്ധം പൂശുകയും നല്ല വസ്ത്രം ധരിക്കുകയും ഒക്കെ, അതുപോലെ തന്നെ നിരന്തരമായ തക്ബീർ. ഇന്ന് ദുൽഹിജ്ജ 9 നമ്മൾ തുടങ്ങി സുബഹി മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അസർ വരെയാണ് നിരന്തരമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈദുൽ അദ്ഹയെ സംബന്ധിച്ച്, ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ഓർക്കണം. നിരന്തരമായി കൊണ്ടുള്ള തക്ബീറുകൾ, നമസ്കാരത്തിന് ശേഷവും എല്ലാതെയും ഒക്കെയുള്ള നിരന്തരമായി കൊണ്ടുള്ള തക്ബീറുകൾ നാം ശ്രദ്ധിക്കണം. അതേപോലെ ഏറ്റവും സുന്നത്തായ ഈദ് ദിനത്തിലെ രാവിലെയുള്ള നമസ്കാരം, ഈദ് നമസ്കാരം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളും നമ്മുടെ സ്ത്രീകളും കുട്ടികളെയും ഒക്കെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആർത്തവകാരികളെ പോലും അതിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നാളെ ഇൻഷാ അല്ലാഹ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ഈദ്ഗാഹ് ഇവിടെ 7 മണിക്കാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന ബലികർമ്മം. അതിൽ എല്ലാവരും കൈനാളുകൾ അത് പങ്കാളിയാവുകയും എല്ലാവരും അതിന്റെ വിതരണത്തിലും മറ്റുമൊക്കെ അതിൽ കൃത്യമായ രീതിയിൽ പങ്കാളികളാവുക. അതുപോലെ തന്നെ അതിന്റെ മാംസം നമുക്ക് ഭക്ഷിക്കുവാനും അതിന് പെരുന്നാളിനോടനുബന്ധിച്ച് ദുൽഹിജ്ജ 10 ശേഷമുള്ള 11, 12, 13 അയ്യാമുത്ത് ശരീഖ് എന്നറിയപ്പെടുന്ന 3 ദിവസങ്ങളും ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച ദിനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്ന് നോമ്പ് ഹറാമായ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ തിന്നുവാനും കുടിക്കുവാനും ഒക്കെയുള്ള ആഘോഷിക്കേണ്ട ആ ഒരു ആഘോഷത്തോട് ചേർത്തപ്പെട്ട ദിവസങ്ങളാണ്, പുണ്യകരമാക്കപ്പെട്ട ദിവസങ്ങളാണ്. തക്ബീറുകളും ദിക്റുകളും ഒക്കെ നമ്മുടെ വായിൽ നിന്ന് വരേണ്ട ഒരു ദിവസമാണ് എന്ന് പ്രത്യേകമായി കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒരു സന്തോഷത്തിന്റെ നല്ലൊരു ഈദ് സുദിനം ആക്കുവാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയും കൃത്യമായ രീതിയിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സത്യവിശ്വാസികൾ എല്ലാവരും നടത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് സന്തോഷത്തോടെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്കും മദ്രസയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവകരമായി പറയാനുള്ളത്,
നമ്മുടെ മതപഠന വിഷയത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പേരമക്കൾ കൃത്യമായ രീതിയിൽ അവർക്ക് മദ്രസ സമയത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മദ്രസ കൃത്യമായ രീതിയിൽ അതിന്റെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ പ്രാധാന്യത്തോടു കൂടിയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ട. കാരണം ഒരു തലമുറയെ, അടുത്ത ഒരു തലമുറയെ നമുക്ക് പാകപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴുള്ള ചെറുപ്പത്തിലെയുള്ള മദ്രസ വിദ്യാഭ്യാസം തീർച്ചയായും അത് അനിവാര്യമാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ ബാധ്യതയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗം നീ ശിഫ നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ഹജ്ജ് ശരിയായ രീതിയിലുള്ള മഖ്ബൂലായ ഹജ്ജ് നിർവഹിച്ച് വരാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഈ ഒരു ഞങ്ങളുടെ നോമ്പിനെയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെയും ഞങ്ങളുടെ തക്ബീറുകളെയും ഒക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.